എല്ലാ സുഹൃത്തുക്കൾക്കും എ ടു സെഡ് ജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമേ പറയട്ടെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലിൻ്റെ താഴ്ഭാഗത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ യഥാസമയമുള്ള അപ്ഡേറ്റ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. യൂട്യൂബിലും ഗൂഗിളിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം എ ടു സെഡ് ജാലകം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സോഷ്യോളജിയിലെ സോഷ്യൽ പ്രോസസ്, അതായത് സാമൂഹിക പ്രക്രിയകൾ എന്നതിൻ്റെ പാർട്ട് 2 സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. സോഷ്യൽ പ്രോസസ്, സാമൂഹിക പ്രക്രിയകളുടെ മെത്തേഡ്, രീതികൾ രണ്ട് തരത്തിലാണെന്ന് പറഞ്ഞു. അസോസിയേറ്റീവും ഡിസോസിയേറ്റീവും. അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സും ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സും. അതിൽ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിലെ 4 മെത്തേഡുകളുണ്ട്: കോപ്പറേഷൻ, അക്കോമഡേഷൻ, അസിമിലേഷൻ ആൻഡ് അക്കൾച്ചറേഷൻ. അതിലെ ആദ്യത്തെ 2 മെത്തേഡുകൾ, അപ്പോൾ സോഷ്യൽ പ്രോസസ്സിൻ്റെ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിലെ ആദ്യത്തെ 2 മെത്തേഡുകൾ, അതായത് കോ ഓപ്പറേഷൻ അതുപോലെ അക്കോമഡേഷൻ, ഇത് രണ്ടുമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. അതിലൊന്നാമത്തത്, അതായത് മെത്തേഡ്സ് ഓഫ് സോഷ്യൽ പ്രോസസ്സിലെ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് എന്ന മെത്തേഡിലെ 4 മെത്തേഡുകളിൽ സബ് ടൈറ്റിലുകളിലെ ഒന്നാമത്തേത് കോ ഓപ്പറേഷൻ, സഹകരണം. നമുക്കറിയാം, അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഇൻ്റഗ്രേഷനും യോജിപ്പിനും ഐക്യത്തിനും അതുപോലെ അതിലൂടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, സമൂഹത്തെ വളർച്ചയിലേക്കും വികസനത്തിലേക്കും നയിക്കുന്ന ഒരു നല്ല കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി സമൂഹത്തെ സഹായിക്കുന്ന വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും ഇടയിലുള്ള ഒരു മെത്തേഡ്, ഒരു രീതിയാണ് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ്. അതിലൊന്നാമത്തത് സഹകരണം, പരസ്പരമുള്ള സഹകരണം. അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയാനുള്ള ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ്, അതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്തത്, ദ ടേം കോ ഓപ്പറേഷൻ വാസ് കോയിൻഡ് ഓർ ഡിറൈവ്ഡ് ഫ്രം 2 ലാറ്റിൻ വേർഡ്സ്. 2 ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് കോപ്പറേഷൻ എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത്. കോ എന്ന വാക്കും അതുപോലെ ഓപ്പറാരി. കോ എന്ന വാക്കിന് അർത്ഥം ടുഗദർ, ഒരുമിച്ച്. അതുപോലെ ഓപ്പറാരി എന്ന് പറഞ്ഞാൽ ടു വർക്ക്, അപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുക. ഇതാണ് കോപ്പറേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇത് 2 ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ therefore കോപ്പറേഷൻ മീൻസ് ഓർ ഇറ്റ് റെഫേഴ്സ് വർക്കിംഗ് ടുഗദർ ഫോർ അച്ചീവ്മെൻറ്റ് ഓഫ് എ കോമൺ ഗോൾ. സിമ്പിളായിട്ട് പറഞ്ഞാൽ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ടുഗദർ ഫോർ ദി അച്ചീവ്മെൻറ്റ് ഓഫ് എ കോമൺ ഗോൾ. ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യുക, അതാണ് കോ ഓപ്പറേഷൻ, സഹകരണം എന്നതുകൊണ്ട് സിമ്പിളായിട്ട് അർത്ഥമാക്കുന്നത്. ഇനി സഹകരണത്തിന് കോപ്പറേഷന് 2 പേരിൽ നൽകിയൊരു നിർവചനമുണ്ട്. എഫ് ഇ മെറിൽ ആൻഡ് H.W. എൽറഡ്ജ്. എഫ് ഇ മെറിൽ ആൻഡ് H.W. എൽറഡ്ജ് എന്നിവർ നൽകിയ ഒരു ഡെഫിനിഷൻ, സിമ്പിൾ ഡെഫിനിഷൻ. കോപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് സോഷ്യൽ ഇൻ്ററാക്ഷൻസ്. ഇതൊരു പരസ്പര ക്രയവിക്രയങ്ങളുടെ ഇടപെടലുകളുടെ ഒരു രീതിയാണ്. വെയറിൻ, അവിടെ ആ ഇടപെടലുകളിൽ, ഇൻ്ററാക്ഷനുകളിൽ 2 or more persons, 2 അതിലധികമോ വ്യക്തികൾ, വർക്ക് ടുഗദർ, അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, ടു ഗെയിൻ എ കോമൺ എൻഡ്, ഒരു കോമണായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി, കോമണായ ഉദ്ദേശം അല്ലെങ്കിൽ റിസൾട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടി, ടു ഗെയിൻ എ കോമൺ ഗോൾ, കോമൺ ഒബ്ജക്റ്റീവ് എന്നാണ് കോ ഓപ്പറേഷന് ഇവർ നൽകിയ ഡെഫിനിഷൻ. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേഷൻ. ഫീച്ചർ അല്ലെങ്കിൽ നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേഷൻ, സഹകരണത്തിൻ്റെ സവിശേഷതകൾ. 1, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. കോപ്പറേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇത് പിന്നെ സമൂഹത്തിൻ്റെ ഒരു ഐക്യത്തോടു കൂടി മുന്നോട്ട് പോയി ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കണം. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സെക്കൻഡ് വൺ, it is a personal process. It is related to individuals and it is related to groups. ഇത് വ്യക്തികളുമായും ഗ്രൂപ്പുകളുമായും ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ പേഴ്സണൽ പ്രോസസ്. ദെൻ തേർഡ് വൺ, ഇറ്റ് ഈസ് എ കോൺഷ്യസ് പ്രോസസ്.
കോഓപ്പറേഷൻ ഈസ് എ കോൺഷ്യസ് ഓർ ഡെലിബറേറ്റ് എഫേർട്ട് ഓർ പ്രോസസ് എമംഗ് ദി ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ്. വ്യക്തികൾക്കിടയിലും ഗ്രൂപ്പുകൾക്കിടയിലുമുള്ള ബോധപൂർവമായ അറിഞ്ഞുകൊണ്ടുള്ള കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കോഓപ്പറേഷൻ. ഫോർത്ത് വൺ, ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ പ്രോസസ്. ഇതൊരു സാർവത്രിക പ്രക്രിയയാണ്. ഇൻഡിവിജ്വൽസും ഗ്രൂപ്പ്സും എവിടെയെല്ലാം ഉണ്ടോ, സൊസൈറ്റി എവിടെയെല്ലാം ഉണ്ടോ, അവിടെയെല്ലാം ഇത് ഏതെല്ലാം നാട്ടിലുണ്ടോ, ഏതെല്ലാം രാജ്യങ്ങളിലുണ്ടോ, ലോകത്ത് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം കോഓപ്പറേഷൻ എന്നുള്ളത് നിലനിൽക്കുന്നുണ്ട്, ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ. ഫിഫ്ത്ത് വൺ, കോഓപ്പറേഷൻ എയിംസ് അറ്റ് കോമൺ എൻഡ്. നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞു, കോഓപ്പറേഷൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ടു അച്ചീവ്, ടു ഗെയിൻ എ കോമൺ എൻഡ്, എ കോമൺ ഗോൾ. സഹകരണം, വ്യക്തികൾക്കിടയിൽ ഒരു കോഓപ്പറേഷൻ, ഒരു സഹകരണം എന്നുള്ളത് അവർക്കൊരു പ്രത്യേകമായ ഒരു കോമൺ ആയിട്ടുള്ള ലക്ഷ്യമുണ്ടായിരിക്കും, അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോഓപ്പറേഷൻ. ആൻഡ് സിക്സ്ത് വൺ, കോഓപ്പറേഷൻ ഈസ് ആൻ ഓർഗനൈസ്ഡ് എഫേർട്സ്. ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് എഫേർട്ടാണ്. ഒരു കോമൺ എൻഡ് നേടിയെടുക്കുന്നതിനുള്ള ഇൻഡിവിജ്വൽസിൻ്റെയും ഗ്രൂപ്പ്സുകളുടെയും ഒരു കോമൺ എഫേർട്ട്, കമ്പൈൻഡ് ഓർ ജോയിൻറ്റ് എഫേർട്ടാണെന്ത്? കോഓപ്പറേഷൻ. അതുകൊണ്ട് തന്നെ ഇതുവരെ പറഞ്ഞ ഡെഫിനിഷനിൽ നിന്നും വിശദീകരണങ്ങളിൽ നിന്നും നമുക്ക് അസ്യൂം ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം, എലമെൻറ്റ്സ് ഓഫ് കോഓപ്പറേഷൻ്റെ ഘടകങ്ങൾ, കോമ്പണൻസ്, ഒരു പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് സഹകരണത്തിനുള്ളത്. ഒന്ന്, കോമൺ ഗോൾ, പൊതുവായൊരു ലക്ഷ്യമുണ്ടായിരിക്കും, കോമൺ ആയിട്ടൊരു ലക്ഷ്യമുണ്ടായിരിക്കും. രണ്ട്, ഓർഗനൈസ്ഡ് എഫേർട്സ്. സഹകരണത്തിൽ നേരത്തെ പറഞ്ഞു ഇൻഡിവിജ്വൽസിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും എല്ലാം ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, ജോയിൻ്റ് ആയിട്ടുള്ള, കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ അടുത്ത സെഷൻ, റോൾ ഓഫ് കോഓപ്പറേഷൻ, സഹകരണത്തിൻ്റെ പങ്ക് എന്താണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, സഹകരണത്തിന് എത്രമാത്രം പങ്ക് അല്ലെങ്കിൽ പ്രാധാന്യം, ഒരു സൊസൈറ്റിയിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, അത് നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം. കോഓപ്പറേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് സോഷ്യൽ ലൈഫ് ഓർ സൊസൈറ്റി. എസെൻഷ്യൽ ഫോർ ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് സോഷ്യൽ ലൈഫ് ഓർ സൊസൈറ്റി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ആൾസോ എസെൻഷ്യൽ ഫോർ ദി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർ പ്രോഗ്രസ് ഓഫ് സൊസൈറ്റി ഓർ സോഷ്യൽ ലൈഫ്. എല്ലാ മേഖലയിലും സമൂഹത്തിൻ്റെയും വ്യക്തികളുടെയും ഡെവലപ്മെൻറ്റിന്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന്, ഇംപ്രൂവ്മെൻറ്റിന്, പ്രോഗ്രസ്സിന് സഹകരണം എല്ലാ നിലക്കും ആവശ്യമാണ്. അതാണത് സഹകരണത്തിൻ്റെ റോള്, പങ്ക്. അത് നമുക്ക് എന്ത് ചെയ്യാം, ചുരുക്കി പിന്നെ വീണ്ടും ഫർദറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എലാബറേറ്റ് വിശദീകരിച്ച് എഴുതാവുന്നതാണ്. അടുത്തത് ടൈപ്സ് ഓഫ് കോഓപ്പറേഷൻ അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് കോഓപ്പറേഷൻസ്. സഹകരണത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ, ടൈപ്സ്. ഫസ്റ്റ് വൺ, ഡിറക്റ്റ് കോഓപ്പറേഷൻ. അതായത് നേരിട്ടുള്ള സഹകരണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്: ഡൂയിങ് സെയിം തിങ്സ് ടുഗദർ ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ടു അച്ചീവ് കോമൺ ഗോൾ. അതായത് ഒരു കോമൺ എൻഡ് നേടിയെടുക്കുന്നതിന് വേണ്ടി വ്യക്തികളും ഗ്രൂപ്പുകളും എന്ത് ചെയ്യുക, ഒരേ കാര്യം ഒരുമിച്ച് ചെയ്യുക. നമ്മൾ സാധാരണ പറയുന്ന സഹകരണം, നമ്മൾ കോമൺ ലൈഫിൽ ഉള്ള സഹകരണം, അതായത് ഡൂയിങ് സെയിം തിങ്സ് ടുഗദർ ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ടു അച്ചീവ് കോമൺ ഗോൾ. സെക്കൻഡ് വൺ, ഇൻഡയറക്റ്റ് കോഓപ്പറേഷൻ. അവിടെ അർത്ഥമാക്കുന്നത് ഡൂയിങ് ഡിഫറെൻറ്റ് ടാസ്ക് ടു അച്ചീവ് കോമൺ ഗോൾ. അതായത് നേരത്തെ ഡയറക്റ്റ് കോഓപ്പറേഷനിൽ പറഞ്ഞത് ഒരേ ലക്ഷ്യം നേടാൻ വേണ്ടി ഒരേ കാര്യങ്ങൾ ഒരു സമൂഹത്തിൽ വ്യത്യസ്ത ആൾ ഒരുമിച്ച് ചെയ്യാം. എന്നാൽ ഇൻഡയറക്റ്റ് കോഓപ്പറേഷൻ പറഞ്ഞത് ഒരേ ലക്ഷ്യം നേടാൻ വേണ്ടി വ്യത്യസ്ത ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യാം. ഡയറക്റ്റിൽ ഒരേ ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യുന്നതാണ്, ഇവിടെ വ്യത്യസ്ത ടാസ്കുകൾ, വ്യത്യസ്ത വർക്കുകൾ ഒരുമിച്ച് ചെയ്യാം. അതാണെന്ത് ഇൻഡയറക്റ്റ് കോഓപ്പറേഷൻ. ഡൂയിങ് ഡിഫറെൻറ്റ് ടാസ്ക്, നേരത്തെ സെയിം ടാസ്ക് ആയിരുന്നു, ഇവിടെ ഡിഫറെൻറ്റ് തിങ്സ് ഓർ ഡിഫറെൻറ്റ് ടാസ്ക് ടു അച്ചീവ് കോമൺ ഗോൾ. എക്സാമ്പിൾ നമുക്ക് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്കാണ്.
അതായത് പിന്നെ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി പിന്നെ നമ്മളിപ്പോൾ പല ജോലികളും എന്താണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാറ്, വർക്ക് ഡിവൈഡ് ചെയ്തു. പക്ഷേ ആന്തരികമായിട്ട് നമുക്കിപ്പോൾ പിന്നെ ഒരു ടെക്സ്റ്റൈൽസ് ഗാർമെൻറ്റ്സിലാണെങ്കിൽ നമുക്കൊരു പിന്നെ ചുരിദാർ തയ്ക്കുന്ന ടെക്സ്റ്റൈൽ ഗാർമെൻ്റ് ആണെങ്കിൽ ചുരിദാർ തയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ അതിൻ്റെ വർക്കുകൾ അളന്ന് കട്ട് ചെയ്തിടുന്നത് ഒരാളായിരിക്കും, തയ്ക്കുന്നത് ഒരാളായിരിക്കും, അയൺ ചെയ്യുന്നത് വേറെ ആളായിരിക്കും. അങ്ങനെ പലരും പല വർക്കുകളാണ് ചെയ്യുന്നത്. പക്ഷേ അവസാനം ലക്ഷ്യം ഒന്നാണ്, ഒരു ചുരിദാർ തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക്. അതുപോലെ തന്നെ സൊസൈറ്റിയിലെ പല കാര്യങ്ങളും. തേർഡ് വൺ, പ്രൈമറി കോ ഓപ്പറേഷൻ. അതായത് ഇൻ പ്രൈമറി കോഓപ്പറേഷൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ കോ ഓപ്പറേഷൻ എമംഗ് ദി പ്രൈമറി ഗ്രൂപ്പ്സ്. അതായത് സമൂഹത്തിലെ പ്രൈമറി ഗ്രൂപ്പുകൾക്കിടയിലുള്ള പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോ ഓപ്പറേഷനാണെന്ത് പ്രൈമറി കോ ഓപ്പറേഷൻ. പ്രൈമറി ഗ്രൂപ്പ് ഏതാണെന്ന് നമുക്കറിയാം, ഫാമിലി, നെയ്ബർഹുഡ്, ഫ്രണ്ട്സ്. ഇതാണ് പ്രൈമറി ഗ്രൂപ്പ്സ് ഒരു സൊസൈറ്റിയിലെ. ഈ പ്രൈമറി ഗ്രൂപ്പുകൾക്കിടയിലുള്ള സഹകരണമാണെന്ത് പ്രൈമറി കോ ഓപ്പറേഷൻ. ഫോർത്ത് വൺ, സെക്കൻഡറി കോ ഓപ്പറേഷൻ, ദ്വിതീയം. നേരത്തെ പ്രാഥമികം, ഇപ്പോഴത്തെ ദ്വിതീയം. ഇൻ സെക്കൻഡറി കോപ്പറേഷൻ ഇറ്റ് ഈസ് എ കോ ഓപ്പറേഷൻ എമംഗ് ദി സെക്കൻഡറി ഗ്രൂപ്പ്സ് ആൻഡ് മോഡേൺ സിവിലൈസ്ഡ് സൊസൈറ്റി ടു അച്ചീവ് എ കോമൺ ഗോൾ. അതായത് സമൂഹത്തിലെ സൊസൈറ്റിയിലെ സെക്കൻഡറി ഗ്രൂപ്പുകൾക്കിടയിൽ നിലനിൽക്കുന്ന കോ ഓപ്പറേഷൻ സഹകരണമാണ്. അതായത് ഒരു കോമൺ ഗോൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു ഗ്രൂപ്പ് എഫേർട്ടാണെന്ത് സെക്കൻഡറി കോ ഓപ്പറേഷൻ. ഈ സെക്കൻഡറി ഗ്രൂപ്പ്, സൊസൈറ്റിയിലെ സെക്കൻഡറി ഗ്രൂപ്പ് ഏതാണെന്ന് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഗവൺമെൻറ്, ഇൻഡസ്ട്രി, ചർച്ച്, സ്കൂള്, ട്രേഡ് യൂണിയൻസ് മുതലായവയാണ്. അപ്പോൾ അവിടെ നിലനിൽക്കുന്ന സഹകരണത്തിൻ്റെ ഒരു വിഭാഗമാണെന്ത് സെക്കൻഡറി കോ ഓപ്പറേഷൻ. അതിന് ഉദാഹരണങ്ങളാണിത് വോളണ്ടറി ഓർഗനൈസേഷൻസ്, ട്രേഡ് യൂണിയൻസ് മുതലായവ. അതിൽ പറയുന്നതാണ് ഈച്ച് ഇൻഡിവിജ്വൽ പെർഫോംസ് ഹിസ് വർക്ക്. ആ ഗ്രൂപ്പിലെ ഓരോ വ്യക്തികളും അവനവൻ്റെ വർക്ക് പെർഫോം ചെയ്യുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതോടൊപ്പം തന്നെ ഹെൽപ്സ് അതേഴ്സ് ടു പെർഫോം ദെയർ ടാസ്ക്. അതോടൊപ്പം മറ്റുള്ളവരെ അവരുടെ വർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വന്തം ടാസ്ക് പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തത് ഫിഫ്ത്ത് വൺ, ടേർഷ്യറി കോ ഓപ്പറേഷൻ. തൃതീയം. അതിൽ പറയുന്നത് വെൻ 2 or more groups work together to attain a common goal. 2 അതിലധികമോ വ്യത്യസ്ത ഗ്രൂപ്പുകൾ അവർ ഒരു കോമൺ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ പറഞ്ഞ പേരാണിത് ടേർഷ്യറി കോപ്പറേഷൻ. അതിന് ഉദാഹരണമാണെന്ത് പിന്നെ കോപ്പറേഷൻ എമംഗ് ദി പൊളിറ്റിക്കൽ പാർട്ടീസ്, റിലീജിയസ് ഗ്രൂപ്പ്സ്. ഇപ്പോൾ നമ്മൾ ഈ പിന്നെ പൗരത്വ ബില്ലിനെതിരായുള്ളതൊക്കെ ഒരു കോമൺ എൻഡിന് വേണ്ടി വ്യത്യസ്ത ആശയവും വ്യത്യസ്ത അഭിപ്രായങ്ങളുമുള്ള പാർട്ടികളും ഗ്രൂപ്പുകളൊക്കെ ഇപ്പോൾ ഒരൊറ്റ ഗ്രൂപ്പായി മുന്നോട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഇനി അപ്പോൾ നമ്മളെ മെത്തേഡ്സ് ഓഫ് സോഷ്യൽ പ്രോസസ്സിൻ്റെ ഓരോ മെത്തേഡുകളെ പറയുന്നത് പ്രധാനമായിട്ട് 2 എണ്ണമാണ്, അസോസിയേറ്റീവും ഡിസോസിയേറ്റീവും. അസോസിയേറ്റീവിൽ തന്നെ ഫസ്റ്റ് വൺ കോ ഓപ്പറേഷൻ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് അക്കോമഡേഷൻ, അനുരൂപപ്പെടുത്തൽ. അതിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത് അക്കോമഡേഷൻ ഈസ് എ പ്രോസസ് ഓഫ് മ്യൂച്വൽ അഡാപ്റ്റേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഓർ ഗ്രൂപ്പ്സ് ബൈ എലിമിനേറ്റിംഗ് ഓർ റെഡ്യൂസിങ് ഹോസ്റ്റിലിറ്റി ആൻഡ് കോൺഫ്ലിക്റ്റ്. അതായത് അനുരൂപപ്പെടുത്തൽ, അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തികളും ഗ്രൂപ്പുകളും അവർ തമ്മിലുള്ള ശത്രുതയും, ഹോസ്റ്റിലിറ്റിയാണ് ശത്രുതയും, കോൺഫ്ലിക്റ്റ് സംഘട്ടനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, മാറ്റിവെച്ചുകൊണ്ട്, കുറച്ചുകൊണ്ട്, റെഡ്യൂസ് ചെയ്തുകൊണ്ട്, മിനിമൈസ് ചെയ്തുകൊണ്ട് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനാണെന്ത് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ്, ഇതൊരു പ്രക്രിയയാണ് ഓഫ് മ്യൂച്വൽ അഡാപ്റ്റേഷൻ. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ബിറ്റ്വീൻ
പേഴ്സൺസ് ഓർ ഗ്രൂപ്പ്സ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ്, വ്യക്തികൾക്കിടയിലും ഗ്രൂപ്പുകൾക്കിടയിലും. എങ്ങനെ? ബൈ എലിമിനേറ്റിംഗ്, ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ഓർ റെഡ്യൂസിങ്, കുറച്ചുകൊണ്ട്, മിനിമൈസിങ് ഹോസ്റ്റിലിറ്റി ആൻഡ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘട്ടനങ്ങളും ശത്രുതയും എല്ലാം മാറ്റിവെച്ച് കുറച്ച് പരസ്പരം ഐക്യപ്പെട്ട് മുന്നോട്ട് പോവുക, അതാണ് അക്കമഡേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഷോർട്ടായിട്ട് പറയാൻ പറ്റും, അക്കമഡേഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് കോ ഓപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. അക്കമഡേഷൻ എന്നുള്ളത് കോൺഫ്ലിക്റ്റിൻ്റെയും കോപ്പറേഷൻ്റെയും ഒരു റിസൾട്ടാണ്, അനന്തരഫലമാണ്, ലാസ്റ്റ് സ്റ്റേജാണ്, അതായത് അതിൻ്റെ റിസൾട്ടാണ്. സംഘടനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒരു അനന്തരഫലമാണ് എന്ത്? അക്കമഡേഷൻ. അപ്പോൾ നോ അക്കമഡേഷൻ നോ സോഷ്യൽ ബാലൻസ്. ഒരു സമൂഹത്തിൽ ഒരു അക്കമഡേഷൻ ഇല്ല എങ്കിൽ അവിടെ ഒരു നല്ലൊരു ക്രമം, സമാധാനം, ബാലൻസ് ഉണ്ടായിരിക്കുകയില്ല. ആ സമൂഹത്തിൽ ഒരു ബാലൻസ് ഉണ്ടായിരിക്കുകയില്ല. അതായത് പരസ്പരം ശത്രുതയും സംഘടനയും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയില്ല എങ്കിൽ, അക്കമഡേഷൻ ഇല്ല എങ്കിൽ ആ സമൂഹത്തിൽ ഒരു സോഷ്യൽ ബാലൻസ് ഉണ്ടായിരിക്കുകയില്ല എന്നാണ് അതോട് നോ അക്കമഡേഷൻ നോ സോഷ്യൽ ബാലൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് അക്കമഡേഷൻ. അക്കമഡേഷൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നേച്ചർ. ഒന്നാമത്തത് മ്യൂച്വൽ അഡാപ്റ്റേഷൻ. അതായത് നമ്മളെ ഡെഫിനിഷനിൽ പറഞ്ഞു, മീനിങ്ങിൽ പറഞ്ഞു, അക്കമഡേഷൻ ഈസ് എ പ്രോസസ് ഓഫ് മ്യൂച്വൽ അഡാപ്റ്റേഷൻ. ഇത് പരസ്പരം ഒരു മാറ്റം വരുത്തലാണ്, അനുരൂപപ്പെടുത്തലാണ്, ചേഞ്ച് വരുത്തലാണ്. 2, അക്കമഡേഷൻ ഈസ് എ യൂണിവേഴ്സൽ പ്രോസസ്. അക്കമഡേഷൻ എന്ന് പറഞ്ഞാൽ സാർവലൗകിക അല്ലെങ്കിൽ സാർവത്രിക പ്രക്രിയയാണ്. എല്ലാ രാജ്യങ്ങളിലും ലോകത്തെല്ലായിടത്തുമുള്ള ഒരു പ്രക്രിയയാണിത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് അനുരൂപപ്പെടുത്തൽ എന്നുള്ളത് അക്കമഡേഷൻ. 3, അക്കമഡേഷൻ ഈസ് എ കോൺഷ്യസ് പ്രോസസ്. ഇറ്റ് ഈസ് എ കോൺഷ്യസ് ഓർ ഡെലിബറേറ്റ് എഫേർട്ട് ഓർ പ്രോസസ്. 4, അക്കമഡേഷൻ means to end conflict. It is a method or way to end conflict. ഇത് കോൺഫ്ലിക്റ്റ് പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സംഘട്ടനങ്ങളും അവസാനിപ്പിക്കുന്നതിനുള്ളൊരു മാർഗ്ഗമാണ് എന്ത്? അക്കമഡേഷൻ. ഇവിടെ മീൻസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്നുള്ള അർത്ഥമല്ല കേട്ടോ. മീൻസ് എന്ന് പറഞ്ഞാൽ വെയ്സ്, മെത്തേഡ്സ്, മാർഗം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് അക്കമഡേഷൻ. 5, accommodation is a state of mental and social understanding. അക്കമഡേഷൻ എന്നുള്ളത് സമൂഹത്തിലെ ഗ്രൂപ്പുകൾക്കിടയിലും വ്യക്തികൾക്കിടയിലും പരസ്പരമുള്ള മെൻ്റലായിട്ടും മാനസികമായും സാമൂഹികമായുള്ള പരസ്പരമുള്ള ഒരു മനസ്സിലാക്കലാണ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും പരസ്പരം അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം പരസ്പരം മനസ്സിലാക്കി ഒരു അഡാപ്റ്റേഷൻ വരുത്തലാണ്, ഒരു ചേഞ്ച് വരുത്തലാണ് എന്ത്? അപ്പോൾ ഇറ്റ് ഈസ് എ സോഷ്യൽ ആൻഡ് മെൻ്റൽ അഡാപ്റ്റേഷനാണ്, അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ആൻഡ് 6, നോട്ട് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് അക്കമഡേഷൻ ഈസ് നോട്ട് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ്. അക്കമഡേഷൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമല്ല, ബട്ട് ഇറ്റ് ഈസ് ദ ലേറ്റർ സ്റ്റേജ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷമുള്ള ഒരു ഘട്ടമാണ്. വെറും അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അഡ്ജസ്റ്റ്മെൻറ്റിനേക്കാളും മുകളിലുള്ള അതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ് എന്ത്? അക്കമഡേഷൻ. അടുത്തത് മെത്തേഡ്സ് ഓഫ് അക്കമഡേഷൻ. മെത്തേഡ്സ് ആൻഡ് വേയ്സ് ഓഫ് അക്കമഡേഷൻ. അതായത് സമൂഹത്തിൽ അനുരൂപപ്പെടുത്തൽ, അതായത് ആശയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് പരസ്പരം ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ. അത് 12 മാർഗ്ഗങ്ങളാണുള്ളത്, 12 രീതികളാണുള്ളത്. അപ്പോൾ അക്കമഡേഷൻ മെത്തേഡുകളിൽ 12 മെത്തേഡുകളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന് yielding to coercion. അതായത് സമ്മർദ്ദത്താലുള്ള അനുരൂപപ്പെടുത്തൽ. സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? സംഘടനകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇല്ലാതാക്കി വ്യക്തികളെയും മുന്നോട്ട് കൊണ്ടുപോവുക. yielding to coercion, അതായത് യൂസ് ഓഫ് ഫോഴ്സ് ഓർ പവർ ടു എൻഡ് എ കോൺഫ്ലിക്റ്റ്. അതായത് ഫോഴ്സ്, പവർ ഉപയോഗിച്ചുകൊണ്ട് കോൺഫ്ലിക്റ്റും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഇല്ലാതാക്കുക, അവസാനിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ അക്കമഡേഷൻ മെത്തേഡ്. 2, കോംപ്രമൈസ്, അനുരഞ്ജനം. അതായത് പരസ്പര അഭിപ്രായ വ്യത്യാസമുള്ള ഗ്രൂപ്പുകൾക്കിടയിലും വ്യക്തികൾക്കിടയിലും എന്ത് ചെയ്യുക? ഒരു കോംപ്രമൈസ് ഉണ്ടാക്കുക, അനുരഞ്ജനം ഉണ്ടാക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഹാവിങ് ഈക്വൽ സ്ട്രെങ്ത്സ് ഓർ സെയിം സെൻറ്റിമെൻറ്റ്സ്.
അത് ഒരേ സെൻറ്റിമെൻറ്റ്സും ഒരേ അഭിപ്രായങ്ങളും ഒരേ ആശയങ്ങളും ഐഡിയാസും ഒരേ സ്ട്രെങ്ത്തും ഉള്ള ഗ്രൂപ്പുകൾക്കിടയിൽ എന്ത് ചെയ്യുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുക. അതാണിത് കോംപ്രമൈസ്. തേർഡ് വൺ ടോളറൻസ്, സഹിഷ്ണുത. അത് സഹിഷ്ണുത പറയുന്നതിന് മുമ്പ് നമുക്ക് ആർബിട്രേഷൻ പറയാം. ആർബിട്രേഷന് ശേഷമാണ് ശരിക്ക് ടോളറൻസ് വരേണ്ടത്. പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ആർബിട്രേഷൻ, ഫോർത്ത് വൺ ആർബിട്രേഷൻ. അതായത് ആർബിട്രേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർബിട്രേഷൻ, മീഡിയേഷൻ, കൺസിലിയേഷൻ, ഇത് എല്ലാം ഏകദേശം സെയിം മീനിങ് ആണ്. ആർബിട്രേഷൻ, മീഡിയേഷൻ, കൺസിലിയേഷൻ. ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ മധ്യസ്ഥത, കൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ യോജിപ്പുണ്ടാക്കുക. അപ്പോൾ ഇതോട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ആൻ അക്കമഡേഷൻ ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓർ അഡാപ്റ്റേഷൻ ബൈ തേർഡ് പാർട്ടി ടു എൻഡ് എ കോൺഫ്ലിക്റ്റ്. അതായത് രണ്ട് വ്യക്തികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഹോസ്റ്റിലിറ്റി, ശത്രുതയോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റോ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ, അതാണ് മധ്യസ്ഥത. നമുക്കറിയാം, കോമൺ ആയിട്ട് നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളാണത് മധ്യസ്ഥത. അപ്പോൾ ആർബിട്രേഷൻ ആണ് മധ്യസ്ഥത, അതുപോലെ മീഡിയേഷൻ, അതുപോലെ കൺസിലിയേഷൻ, മധ്യസ്ഥത വഹിച്ച് യോജിപ്പുണ്ടാക്കുക. ഇറ്റ് ഈസ് ഡൺ ബൈ എ തേർഡ് പാർട്ടി. ഇവിടെ ഒരു തേർഡ് പാർട്ടി, മൂന്നാം കക്ഷിയുടെ റോൾ ഇവിടെ ഉണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള രണ്ട് കക്ഷികൾക്കിടയിൽ ഒരു മൂന്നാം കക്ഷി ഇടപെട്ടുകൊണ്ട് ഒരു അക്കമഡേഷൻ നടത്തും, അനുരൂപപ്പെടുത്തൽ നടത്തുന്നതിന് പറയുന്ന പേരാണിത് ആർബിട്രേഷൻ, മീഡിയേഷൻ, അതുപോലെ കൺസിലിയേഷൻ. ഇനി ടോളറൻസ് പറയാം, സഹിഷ്ണുത. ഈ ആർബിട്രേഷനിലൂടെയോ മീഡിയേഷനിലൂടെയോ കൺസിലിയേഷനിലൂടെയോ പരിഹരിക്കപ്പെടാത്ത സന്ദർഭങ്ങളിൽ പിന്നീടുണ്ടായി വരുന്നതാണെന്ത് ടോളറൻസ്, സഹിഷ്ണുത. അതായത് ടോളറേറ്റ് ഈച്ച് അതർ വിത്ത് സിമ്പതി ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ വ്യൂ പോയിൻറ്റ്സ് ഓഫ് അതേഴ്സ്. അതായത് പിന്നെ സഹിഷ്ണുത വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ഒരു അനുകമ്പയോട്, ഒരു സിമ്പതിയോടുകൂടി തൻ്റെ എതിർ പാർട്ടിയുടെ, എതിർ കക്ഷിയുടെ വ്യൂ പോയിൻറ്റ്സുകൾ, അഭിപ്രായങ്ങളും ആശയങ്ങളും എന്ത് ചെയ്യുക, മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോവുക. അതാണ് ടോളറൻസ്. അടുത്തത് കൺവേർഷൻ. കൺവേർഷൻ, പരിവർത്തനം. കൺവേർഷൻ, പരിവർത്തനം. അതായത് accepting and adopting views of others in view that the opponent is correct. അതായത് ഈ കാര്യങ്ങളിൽ, ഇപ്പോൾ ഈ മധ്യസ്ഥതയിലൂടെ ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള മാർഗങ്ങളിലൂടെ ആവട്ടെ, നമ്മുടെ വീക്ഷണഗതികളും അഭിപ്രായങ്ങളും സ്റ്റാൻഡുകളും അല്ല തൻ്റെ ഓപ്പണൻറ്റിൻ്റെ, എതിർ കക്ഷിയുടെ അഭിപ്രായങ്ങളും വീക്ഷണഗതികളും ആണ്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളുമാണ് കറക്റ്റ് എന്ന അഭിപ്രായം മനസ്സിലുണ്ടാവുകയും ആശയമുണ്ടാവുകയും അതിനുശേഷം അത് സ്വന്തം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ഒരു അനുരൂപപ്പെടുത്തൽ നടത്തുന്നതിന്, അക്കോമഡേഷൻ നടത്തുന്നതിന് പറയുന്ന പേരാണെന്ത്, കൺവേർഷൻ. അക്സെപ്റ്റിംഗ് ആൻഡ് അഡോപ്റ്റിംഗ് വ്യൂസ് ഓഫ് അതേഴ്സ് ഇൻ വ്യൂ ദാറ്റ് ദ ഓപ്പണൻറ്റ് അല്ലെങ്കിൽ ദ ആക്ടിവിറ്റീസ്, ദ ഐഡിയാസ്, ദ കൺസെപ്റ്റ്സ് ഓഫ് ഓപ്പണൻറ്റ് ഈസ് കറക്റ്റ്. തൻ്റെ എതിർ കക്ഷിയുടെ ഐഡിയകളും പ്രവർത്തനങ്ങളും കൺസെപ്റ്റുകളാണ് ശരി എന്ന വ്യൂവോട് കൂടി, എന്ന ഒരു സങ്കല്പത്തോടു കൂടി സ്വന്തം പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തി അത് അഡോപ്റ്റ് ചെയ്യുക. സ്വന്തം പ്രവർത്തനം കൺവേർട്ട് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ആണ്. കൺവേർട്ടിങ് ദ ഐഡിയാസ് ഓർ കൺസെപ്റ്റ്സ് ഓർ ആക്ടിവിറ്റീസ്. സെവൻത് മെത്തേഡ് ഓഫ് അക്കോമഡേഷൻ. അക്കോമഡേഷൻ്റെ ഏഴാമത്തെ മെത്തേഡ് സബ്ലിമേഷൻ, ഉദാത്തീകരണം അല്ലെങ്കിൽ ശുദ്ധീകരണം. ഇതോട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് the non-aggressive attitudes and activities in the place of aggressive attitudes. അതായത് ഒരു ഗ്രൂപ്പിലോ ഒരു വ്യക്തിയിലോ ഉള്ള അഗ്രസീവായ ആറ്റിറ്റ്യൂഡുകൾക്ക് പകരം അതിന് മാറ്റിക്കൊണ്ട് അഗ്രസീവായ, അനുയോജ്യമല്ലാത്ത, നെഗറ്റീവായിട്ടുള്ള, പോസിറ്റീവ് അല്ലാത്ത, അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത ആറ്റിറ്റ്യൂഡുകളും പ്രവൃത്തികളും മാറ്റിക്കൊണ്ട് അതിൻ്റെ സ്ഥാനത്ത് നോൺ അഗ്രസീവായ നല്ലതായ ആറ്റിറ്റ്യൂഡുകളും ആക്ടിവിറ്റികളും, അഗ്രസീവ് അല്ലാത്ത ആറ്റിറ്റ്യൂഡുകളും പ്രവൃത്തികളും, മനോഭാവങ്ങളും പ്രവൃത്തികളും ആശയങ്ങളും ആദർശങ്ങളും പകരം വെക്കുന്നതിന്, പകരം നടപ്പിലാക്കുക. അതാണെന്ത് സബ്ലിമേഷൻ, ശുദ്ധീകരിക്കുക.
അപ്പോൾ അഗ്രസീവായ പ്രവർത്തനങ്ങളും ചിന്താഗതികളും ആശയങ്ങളും സങ്കല്പങ്ങളുമെല്ലാം ഒരു വ്യക്തിയിൽ നിന്നും ഒരു ഗ്രൂപ്പിൽ നിന്നും മാറ്റി അതിൻ്റെ സ്ഥാനത്ത് നോൺ അഗ്രസീവായ ആക്ടിവിറ്റികളും ആശയങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നടപ്പിൽ വരുത്തുന്നതിന് പറയുന്ന പേരാണിത് സബ്ലിമേഷൻ. അങ്ങനെ സമൂഹത്തെ അനുരൂപപ്പെടുത്തിയെടുക്കുക. ദെൻ 81 റേഷണലൈസേഷൻ, ന്യായീകരണം അല്ലെങ്കിൽ ന്യായീകരണം, ജസ്റ്റിഫിക്കേഷൻ ഓർ എക്സ്ക്യൂസ്. അതായത് തങ്ങളുടെ ഓരോ ഗ്രൂപ്പും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസും അല്ലെങ്കിൽ വ്യക്തികളും സമൂഹങ്ങളും അവരുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിച്ച് മറ്റുള്ളവരെ അതിലേക്ക് എത്തിക്കുക. അതാണെന്ത് ജസ്റ്റിഫിക്കേഷൻ, എക്സ്ക്യൂസസ് അല്ലെങ്കിൽ റേഷണലൈസേഷൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് അഭിപ്രായ വ്യത്യാസമുള്ള രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ ഒരു വ്യക്തി അയാളുടെ വാദഗതികളെയും ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് റേഷണലൈസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ആ ആശയഗതിയിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഇവർ മറ്റുള്ളവരുടെ ആശയഗതിയിലേക്ക് എത്തുക. അതിനുള്ള മുഖ്യ കാരണം ജസ്റ്റിഫിക്കേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ റേഷണലൈസേഷൻ ആയിരിക്കും. അങ്ങനെയുള്ള അക്കോമഡേഷനാണിത് റേഷണലൈസേഷൻ അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ. 9ാമത്തെ അക്കോമഡേഷൻ മെത്തേഡാണ് സൂപ്പർ ഓർഡിനേഷൻ ആൻഡ് സബോർഡിനേഷൻ. സൂപ്പർ ഓർഡിനേഷൻ ആൻഡ് സബോർഡിനേഷൻ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. അതായത് ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു വ്യക്തിയായിരിക്കും ഉയർന്നു നിൽക്കുന്നത്, മറ്റൊരു വ്യക്തി താഴെയായിരിക്കും. എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ ഈ താഴെയുള്ള വ്യക്തിയായിരിക്കും ഉയർന്നു നിൽക്കുന്നത്, നേരത്തെ ഉയർന്നു നിൽക്കുന്ന വ്യക്തി താഴ്ന്നായിരിക്കും. അഭിപ്രായങ്ങളിലാവാം, ആശയങ്ങളിലാവാം, കഴിവുകളിലാവാം, യോഗ്യതകളിലാവാം. ഇത്തരം സന്ദർഭങ്ങളിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഞാൻ തന്നെയാണ് മേലെ എന്ന് പറഞ്ഞിട്ട് മുകളിൽ എന്തുകൊണ്ട് മെച്ചം ഞാനാണെന്ന് പറഞ്ഞ് എല്ലായ്പ്പോഴും ആ വാദഗതിയിൽ നിലനിൽക്കാതെ തൻ്റെ എതിരാളി സത്യമാണ് അല്ലെങ്കിൽ കറക്റ്റാണ്, അയാളാണ് ഈ യോഗ്യതയിൽ മുൻപന്തിയിൽ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് അനുസരിച്ച് സ്വയം താഴ്ന്നു കൊടുത്ത് മുന്നോട്ട് പോവുക, സംഘട്ടനമില്ലാതെ മുന്നോട്ട് പോകുന്നതിന് പറയുന്ന പേരാണ് സൂപ്പർ ഓർഡിനേഷനും സബോർഡിനേഷനും. അതായത് നമുക്കറിയാം, ഈ ഒരു ഉദാഹരണം പറയാം. ഇൻ ലീഗൽ മാറ്റേഴ്സ്, നിയമപരമായി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് വ്യക്തികളാണ്, ഒരു ഫിസിഷ്യനും ഒരു ലോയറും ഉണ്ട്. ഒരു ഫിസിഷ്യനും ഒരു ലോയറും. ഈ നിയമപരമായ കാര്യങ്ങൾ വരുമ്പോൾ ലോയറാണെന്ത് സുപ്പീരിയർ. ഇൻ ലീഗൽ മാറ്റേഴ്സ് ഫിസിഷ്യൻ ഈസ് സബോർഡിനേറ്റ് ടു ലോയർ. ഫിസിഷ്യൻ അപ്പോൾ അവിടെ സബോർഡിനേറ്റ് ആണ്, താഴെയാണ്, ലോയറാണെന്ത് സുപ്പീരിയർ. എന്നാൽ അവർ തന്നെ ഇൻ മെഡിക്കൽ മാറ്റേഴ്സ്, മെഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ലോയർ ഈസ് സബോർഡിനേറ്റ് ടു ഫിസിഷ്യൻ. അപ്പോൾ ലോയർ സബോർഡിനേറ്റായി, ഫിസിഷ്യൻ എന്തായി സുപ്പീരിയറായി. അപ്പോൾ ചില കാര്യങ്ങൾ, അതായത് നിയമപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ ലോയർ സുപ്പീരിയറും ഫിസിഷ്യൻ സബോർഡിനേറ്റുമാണ്. എന്നാൽ ഇതേ ലോയറും ഫിസിഷ്യനും മെഡിക്കൽ മാറ്റേഴ്സ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ വരുമ്പോൾ എന്തായി ഫിസിഷ്യൻ സുപ്പീരിയറായി, ലോയർ എന്ത് ചെയ്ത് സബോർഡിനേറ്റായി. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുപ്പീരിയറും സബോർഡിനേറ്റും ഈ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എല്ലായ്പ്പോഴും ഞാൻ തന്നെയാണ് സുപ്പീരിയർ എന്നല്ല, ചില സമയങ്ങളിൽ സുപ്പീരിയർ സബോർഡിനേറ്റായി മാറിക്കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യം ഒരു ഫാമിലി ലൈഫിലടക്കം അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ ഭാര്യയ്ക്കായിരിക്കും എന്ത് ചെയ്യുക സുപ്പീരിയർ പദവി കൊടുക്കേണ്ടി വരിക, ചിലപ്പോൾ ഭർത്താവിന് സുപ്പീരിയർ പദവി കൊടുക്കേണ്ടി വരും. എല്ലായ്പ്പോഴും ഭർത്താവ് സുപ്പീരിയറും ഭാര്യ സബോർഡിനേറ്റും ആ ഒരു ലെവൽ. ചില ഫാമിലിയിൽ ഭാര്യ സുപ്പീരിയറും ഭർത്താവ് സബോർഡിനേറ്റും. സ്ഥിരമായി അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് മുന്നോട്ട് പോയില്ല. അവിടെ സംഘടനകളും ആശയ സംഘടനകളും എല്ലാം നടന്നുകൊണ്ടിരിക്കും. എന്നാൽ നേരെ തിരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് സുപ്പീരിയർ സബോർഡിനേറ്റ് എന്നുള്ള ഈ ഒരു പദവി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു അക്കോമഡേഷനോട് കൂടി ഐക്യപ്പെട്ട് മുന്നോട്ട് പോവുക. അതാണ് സൂപ്പർ ഓർഡിനേഷനും സബോർഡിനേഷനും. അടുത്ത 10ാമത്തെ അക്കോമഡേഷൻ, സോഷ്യൽ പ്രോസസ്സിലെ 10ാമത്തെ അക്കോമഡേഷൻ മെത്തേഡ്, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തുള്ള അനുരൂപപ്പെടുത്തൽ മെത്തേഡിലെ 10ാമത്തേത് ട്രോയ്സ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് agreement to cease, to stop rivalrous interactions for a definite or indefinite period. അതായത് ഇറ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ്, ഇതൊരു അഗ്രിമെൻ്റാണ്, പരസ്പരമുള്ളൊരു ധാരണയാണ്, കരാറാണ്. ടു സീസ് ഓർ ടു സ്റ്റോപ്പ് ഓർ ടു എൻഡ്, അവസാനിപ്പിക്കുന്നത്. സീസ് അവസാനിപ്പിക്കുന്നതിനുള്ള എന്ത് റിവൽറിയസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ്
ഇൻ്ററാക്ഷൻസ്, അതായത് ശത്രുതാപരമായ ഹോസ്റ്റൈൽ ഇൻ്ററാക്ഷൻസ്, ശത്രുതാപരമായ ഇടപെടലുകളും അഭിപ്രായ വ്യത്യാസങ്ങളും അവസാനിപ്പിക്കുക. ഫോർ എ ഡെഫിനിറ്റ് പീരീഡ്, ഒരു നിശ്ചിത കാലത്തേക്ക് ഓർ ഇൻഡെഫിനിറ്റ് പീരീഡ്, അല്ലെങ്കിൽ ഒരു ഇൻഡെഫിനിറ്റായ കാലത്തേക്ക്. അപ്പോൾ പരസ്പരം വ്യക്തികളും ഗ്രൂപ്പുകളും തമ്മിലുള്ള സംഘടനപരമായ നിലപാടുകളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം പ്രവർത്തനങ്ങളുമെല്ലാം ഒരു നിശ്ചിത കാലത്തേക്ക് അവസാനിപ്പിക്കുന്നതിനുള്ള പരസ്പര ധാരണ, കരാർ ആണ് ട്രോയ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 11ാമത്തെ അക്കമഡേഷൻ മെത്തേഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അവിടെ ഉദ്ദേശിക്കുന്നത് ടെർമിനേഷൻ ഓഫ് വൺ കോൺഫ്ലിക്റ്റ് ബൈ റീപ്ലേസിങ് ഇറ്റ് വിത്ത് അനദർ. ടെർമിനേഷൻ ഓഫ് വൺ കോൺഫ്ലിക്റ്റ്, ഒരു അഭിപ്രായ വ്യത്യാസത്തെ അല്ലെങ്കിൽ ഒരു ആശയ സംഘടനത്തെ അല്ലെങ്കിൽ ഒരു ശത്രുതയെ അവസാനിപ്പിക്കുന്നു. ബൈ റീപ്ലേസിങ് ഇറ്റ് വിത്ത് അനദർ, ഇതിനെ മറ്റൊന്നുകൊണ്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട്, പകരം വെച്ചുകൊണ്ട്, മാറ്റി വെച്ചുകൊണ്ട്. അപ്പോൾ ടെർമിനേഷൻ ഓഫ് വൺ കോൺഫ്ലിക്റ്റ് ബൈ റീപ്ലേസിങ് ഇറ്റ് വിത്ത് അനദർ കോൺഫ്ലിക്റ്റ്. ഒരു നിലവിലുള്ള ഒരു സംഘടനത്തെ മറ്റൊന്നുകൊണ്ട് മാറ്റി റീപ്ലേസ് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മീൻസ്. അപ്പോൾ അക്കമഡേഷൻ മെത്തേഡിലെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മീൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മെത്തേഡ്സ് ഫോർ അക്കമഡേഷൻ എന്നതിൽ നമുക്ക് പറയാവുന്നത്, രണ്ട് ഗ്രൂപ്പുകൾക്കിടയിലോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്കിടയിലോ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘടനകളോ ശത്രുതയോ ഉണ്ട് എങ്കിൽ അവർക്കിടയിൽ ഒരു ഐക്യം അനുരൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന മത്സരങ്ങൾ, ഉത്സവങ്ങൾ, കലാപരിപാടികൾ, ഇതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മെത്തേഡ്സ് ഓഫ് അക്കമഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അറിയാം, നമ്മൾ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ രണ്ട് സമുദായങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് കമ്മ്യൂണിറ്റി സ്പോർട്സുകൾ നടത്തുക, സൗഹൃദ മത്സരങ്ങൾ നടത്തുക, സൗഹൃദ ഫുട്ബോൾ മത്സരങ്ങളോ അങ്ങനെയൊക്കെ നടത്തുക. അതുപോലെ തന്നെ ടീ ടോക്ക്, ഒരു ചായ സൽക്കാരം, ഒരു കവലയിലൊക്കെ പിന്നെ ഇതിൻ്റെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ ലീഡേഴ്സിനെ, പ്രശ്നത്തിലുള്ള കോൺഫ്ലിക്റ്റിലുള്ള പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളിലുള്ള ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ നേതാക്കളെയും എല്ലാം വിളിച്ചിരുത്തി ഒരു ചായ സൽക്കാരം, അതിലൂടെ ഒരു സംസാരം, ടീ ടോക്ക്. അതുപോലെ തന്നെ ഫെസ്റ്റിവൽസ്, ഒരു ഉത്സവങ്ങൾ നടത്തുക, ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്തുക. ഇങ്ങനെ ഗ്രൂപ്പുകൾക്കിടയിലും വ്യക്തികൾക്കിടയിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും എതിർപ്പുകളും വിദ്വേഷങ്ങളും എല്ലാം ഇല്ലാതാക്കി കുറച്ചു കൊണ്ടുവന്ന് പരസ്പരം അനുരൂപപ്പെടുത്തി അക്കോമഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സോഷ്യൽ പ്രക്രിയയാണെന്ത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മെത്തേഡ്സ് മീൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സോഷ്യൽ പ്രോസസ്സിലെ മറ്റ് ഭാഗങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം, പാർട്ട് 3-ൽ കാണാം. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.